ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസ് ജീവനൊടുക്കിയതിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കും ബാങ്ക് ജീവനക്കാർക്കെതിരെയും നിലപാട് കടുപ്പിച്ച കുടുംബം. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി രംഗത്ത് വന്നു. കൂടെ പെട്ടെന്ന്, അതായത് സെക്രട്ടറി ഉണ്ടായിരുന്നു, റെജി ഉണ്ടായിരുന്നു, സുജ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരിക്കലും ഇല്ലാത്ത ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി പറഞ്ഞു എന്റെ അടുത്തല്ലേ കാശിട്ട് എന്റെ അടുത്ത് വരാൻ പറഞ്ഞു ചോദിക്കാൻ. അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. അത് രാവിലെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്ന ആള്. ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞപ്പോൾ പൈസ ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് തരാതിരിക്കാനാണ് ഒരു മാക്സിമം നോക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം അതിനകത്ത് എഴുതിയേക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അന്ന് നടന്നത്. അന്നത്തെയാണ് ഏറ്റവും വലിയ സ്റ്റോക്കായത്. പിന്നെ VRCGയുടെ ഭീഷണി ഭയങ്കരമായിട്ട്. ഇപ്പൊ അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, അതാണ് ഞങ്ങളുടെ ആവശ്യം. പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. സാബുവിനുള്ള പെരുമാറ്റത്തിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് MJ വർഗീസിന്റെ നിലപാട്. അവരിലൊരു വാഴ്ച വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. വന്നിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരല്ല ഈ വിനായകർ സാധികളാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാം, സാധു മനസ്സിലാവും. അവരൊക്കെ സജീവ് കൂട്ടുകാരല്ലേ, സാബുവൊക്കെ ആയിട്ട് കൂട്ടുകാരെ സജിയൊക്കെ. സജീമ ഒറ്റ കാലം വെച്ചിട്ടുള്ളൂ. സജീവ് സഹോദരാണ് തട്ടിക്കിടക്ക് ചുമ്മാ പറയേ. ആരും കുഴപ്പക്കാരല്ല, സാറിന്റെ സാബുവും കുഴപ്പക്കാരല്ല. മേരിക്കൊച്ചെന്ന് പറയുന്നത് അവരുടെ കടയൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പൊ ഇതാണ് എന്തോ മിസ്സിങ് വന്നു. സമയമായി കണക്കൂട്ടി, അങ്ങനെ കണക്കൂട്ടിയുള്ളൂ. നടപടി എന്ന് പറയുമ്പോൾ എന്താണ് നടപടി എന്ന് കൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. സമിതി കൂടും ഉടനെ കൂടിയിട്ട് ആലോചിക്കുക എന്താ വേണ്ടിയെന്നുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, സൊസൈറ്റി പ്രസിഡന്റ് MJ വർഗീസിന്റെ നിലപാട് അത് വലിയ രീതിയിലുള്ളൊരു പ്രശ്നമൊന്നും ബാങ്കിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ മേരിക്കുട്ടി പറയുന്നത് അങ്ങനെയല്ല, അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മേരിക്കുട്ടി പറയുന്നു പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഉണ്ടെന്ന്. എന്തായാലും പൂർണ്ണമായി ബാങ്ക് ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി വേണം എന്നുള്ളൊരു ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. എന്താണ് ഇത് സംബന്ധിച്ച് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞത്? ഇരുവരും ഇന്ന് വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രവിധ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണ വിധേയർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്നുള്ളതാണ് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള തെളിവുകളും പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ താൻ 1.5 വർഷമായി താനും സാബുവും അനുഭവിച്ച യാതനകളെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുള്ളതാണ്. അനുഭാവപൂർവ്വമായൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ മേരിക്കുട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനിടയിൽ പക്ഷേ ഈ ബാങ്ക് ജീവനക്കാരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് ബാങ്ക് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. മാത്രമല്ല CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ VR സജിയെയും ബാങ്ക് പ്രസിഡന്റ് സംരക്ഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPM എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുമെന്ന് പറയുമ്പോഴും അവരെ സംരക്ഷിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടാണ് CPIMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതൊന്നും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ ഈ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇടുക്കി SP നിയോഗിച്ചിട്ടുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തെ. അതിന്റെ ഒരു യോഗം ഇന്ന് കട്ടപ്പനയിൽ SP-യുടെ നേതൃത്വത്തിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. CCTV ഉൾപ്പെടെ ശേഖരിച്ചുവെന്നും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും, അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും FIR-ൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുക അല്ലെങ്കിൽ ഉൾപ്പെടുത്തുക എന്നും SP പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആത്മഹത്യാ പ്രേരണ കുറ്റം നിലവിൽ ചുമത്തിയിട്ടില്ല. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ ആരെങ്കിലും എതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണോ എന്നതിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നും ഇടുക്കി SP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ആരോപണ വിധേയർക്കെതിരെ കുടുംബത്തിന്റെ നിലപാട് അവർ കടുപ്പിക്കുകയാണ്. എത്രയും വേഗം ശക്തമായ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. പ്രവിധ, ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.